അടുത്ത് കരയ്ക്കടിഞ്ഞ മൃതദേഹം പ്രമോദിൻ്റേത് തന്നെ. കണ്ണൂർ തലശ്ശേരിയിലെ കുയ്യാലിപ്പുഴയുടെ തീരത്താണ് മൃതദേഹം കരയ്ക്കടിഞ്ഞത്. അഭിന ചേരുന്നു കോഴിക്കോട്ട് നിന്ന്. ഈ വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ഒപ്പം തന്നെ എനിക്കും പെട്ടെന്നുണ്ടാവുന്ന സംശയം, കോഴിക്കോട് തടമ്പാടത്ത് കരയ്ക്കടിഞ്ഞ മൃതദേഹം പ്രമോദിൻ്റേത് തന്നെ എന്ന് പറയുമ്പോൾ ആരാണ് പ്രമോദ്? ഏത് വാർത്തയുമായി ബന്ധപ്പെട്ടാണ് ഇത്? ഒന്ന് വ്യക്തമാക്കാമോ? കഴിഞ്ഞ ദിവസം, ഇന്നേക്കിപ്പോ 4 ദിവസമായി പ്രമോദിനെ കാണാനില്ലാതിരുന്നിട്ട് പ്രമോദ് സഹോദരിമാരെ കൊലപ്പെടുത്തിയ ശേഷം കടന്നു കളയുകയായിരുന്നു. ശ്രീജയ അഭിന, ഇത് വയോധികരായിട്ടുള്ള സഹോദരിമാരെ കൊലപ്പെടുത്തിയ കേസിന്റെ കാര്യമാണോ നമ്മളിപ്പോൾ സൂചിപ്പിക്കുന്നത്? ഈ 2 സഹോദരിമാരും വയോധികരായ സഹോദരിമാരെ കൊലപ്പെടുത്തിയ ശേഷം 5 മണിക്ക് പുലർച്ചെ 5 മണിക്കായിരുന്നു ഈ ഒരു സംഭവം നടക്കുന്നത്. ഈ സഹോദരിമാരെ കൊലപ്പെടുത്തിയ ശേഷം പ്രമോദ് മറ്റു ബന്ധുക്കളെ വിളിച്ച് അറിയിക്കുകയായിരുന്നു. തുടർന്ന് ബന്ധുക്കൾ വീട്ടിലെത്തി നോക്കുമ്പോൾ 2 മുറികളിലായാണ് ശ്രീജയ, പുഷ്പലളിത എന്നീ 2 പേരും ഈ വെള്ള പുതച്ച, കഴുത്തിനറ്റം വരെ വെള്ളം പുതച്ച നിലയിലായിരുന്നു ഈ 2 മൃതദേഹവും കിടന്നിരുന്നത്. ഇതേ തുടർന്ന് പ്രമോദിനെ നിരന്തരം ബന്ധുക്കളും പ്രദേശവാസികളും ഉൾപ്പെടെ നിരന്തരം ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ മൊബൈൽ പ്രമോദ് യാതൊരു തരത്തിലും മൊബൈൽ ഫോണിൽ ബന്ധുക്കളുമായി സംസാരിക്കാൻ തയ്യാറായിരുന്നില്ല. തുടർന്ന് പ്രമോദിന്റെ മൊബൈൽ ടവർ ലൊക്കേഷൻ പരിശോധിക്കുമ്പോൾ ആദ്യഘട്ടത്തിൽ ഫറൂഖ് പാലത്തിന് സമീപത്ത് വെച്ചായിരുന്നു അവസാനമായി ഈ പ്രമോദിന്റെ മൊബൈൽ റിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നത്. തുടർന്ന് യാതൊരു തരത്തിലും പിന്നീട് മൊബൈൽ ലൊക്കേഷൻ ട്രേസ് ചെയ്യാൻ പോലീസ് ഉദ്യോഗസ്ഥർക്കാർക്കും സാധിച്ചില്ല എന്നുള്ളതാണ്. തുടർന്ന് ഇതിന് ശേഷം നമ്മൾ കാണുക ചെയ്തു. അതായത് കാരാപ്പറമ്പ് ഭാഗത്തു നിന്നും നടന്നു പോകുന്ന ദൃശ്യം, CCTV ദൃശ്യങ്ങൾ നമുക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കൃത്യം നടന്നതിന് ശേഷം കാരാപ്പറമ്പ് വഴി പോയതിനു ശേഷം മറ്റൊരിടത്ത് നിന്ന് ബസ്സിൽ കയറിയതായി മറ്റു നാട്ടുകാരെല്ലാം തന്നെ പറയുകയുണ്ടായി. തുടർന്ന് ഫറൂഖ് ഭാഗത്തേക്കാണ് പ്രമോദ് പോയത്. ബസ്സിൽ പോയത് ഫറൂഖ് ഭാഗത്തേക്കായിരുന്നു. തുടർന്ന് ഇവിടെ നിന്നാണ് പ്രമോദ് എവിടെ പോയി എന്നുള്ളൊരു ചോദ്യം ബാക്കിയായത്. അതിനേതായാലും ഇപ്പോൾ ഉത്തരം ലഭിച്ചിരിക്കുകയാണ്. ഫറൂഖ് മേൽപ്പാലത്തിൽ നിന്നും ഒരു പക്ഷെ താഴേക്ക് ചാടിയതിനു ശേഷമായിരിക്കാം, അല്ലെങ്കിൽ ഈ വിഷം കഴിച്ചതിന് ശേഷം ചാടിയതായിരിക്കാം എന്നുള്ളതാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഏതായാലും സ്വയം ജീവനൊടുക്കിയതാണ് എന്നുള്ളൊരു നിഗമനത്തിലേക്കാണ് പോലീസ് ഇപ്പോൾ എത്തുന്നത്. പിന്നീട് തലശ്ശേരിയിലെ പുഴയിൽ നിന്നും മൃതദേഹം കരയ്ക്കടിഞ്ഞ നിലയിൽ കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് തലശ്ശേരി പോലീസ് കണ്ടെത്തുന്നത്. ഏതായാലും വീട്ടുകാർ, ഈ കുടുംബക്കാർ, ഈ പ്രമോദിന്റെ ബന്ധുക്കാരെല്ലാം തന്നെ ഇവിടെ എത്തി തലശ്ശേരി സഹകരണ ആശുപത്രിയിൽ എത്തി ഇത് പ്രമോദിന്റേത് തന്നെയാണ് എന്നുള്ളൊരു സ്ഥിരീകരണത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്നും മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിക്കും. തുടർന്ന് ഇവിടെ വെച്ചായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം തന്നെ ആരംഭിക്കുക. അതോടൊപ്പം തന്നെ മറ്റു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രമോദിനെ സംബന്ധിച്ചിടത്തോളം പ്രമോദ് സഹോദരിമാരെ അത്രമാത്രം സ്നേഹിച്ച ഒരു വ്യക്തിയാണ്. ഇതിനുവേണ്ടി പ്രമോദ് വിവാഹം തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. കൂടാതെ ശ്രീജയ്ക്ക് അസുഖം കൂടിയതിനാൽ തന്നെ പ്രമോദ് ഉണ്ടായിരുന്ന ജോലി ഉപേക്ഷിച്ച് പിന്നീട് സഹോദരിമാരെ പരിചരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ജോലി ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പിന്നീട് ശ്രീജയ്ക്ക് വലിയ രീതിയിൽ ഒരാളുടെ തുണയില്ലാതെ അല്ലെങ്കിൽ പരസഹായമില്ലാതെ എണീറ്റ് നടക്കാൻ പോലും കഴിയാത്ത രീതിയിൽ ആരോഗ്യസ്ഥിതി വഷളായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതോടൊപ്പം തന്നെ കഴിഞ്ഞ മാസമാണ് പുഷ്പലളിതയുടെയും ആരോഗ്യസ്ഥിതി അതീവ മോശമാവാൻ തുടങ്ങിയത്. പിന്നാലെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ചെറിയ ആരോഗ്യ പ്രശ്നം പ്രമോദിന് നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഇക്കാര്യം മറ്റ് സുഹൃത്തുക്കളോടെല്ലാം തന്നെ പ്രമോദ് പങ്കുവെച്ചതായി സമീപവാസി പറയുകയുണ്ടായി. അത് ഇങ്ങനെയാണ്, അതായത് ഞാൻ വരും ദിവസങ്ങളിലെല്ലാം തന്നെ എനിക്ക് എന്തോ ചെറിയ അസ്വസ്ഥത തോന്നുന്നുണ്ട്, ഒരു പക്ഷെ ഞാൻ മരിച്ചു പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു കാര്യം പ്രമോദ് സുഹൃത്തുക്കളുമായി പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സഹോദരിമാർ ഒറ്റപ്പെടാൻ ഒരു സാഹചര്യമുണ്ട്. അത് ഉണ്ടാവരുത് എന്നുള്ളത് മുൻകണ്ടുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ സഹോദരിമാരെ കൊലപ്പെടുത്തിയ ശേഷം പ്രമോദ് ഇത്തരത്തിലൊരു കൃത്യം നടത്തിയിരിക്കുന്നത് എന്നുള്ളൊരു നിഗമനത്തിലേക്കാണ് നിലവിൽ പോലീസ് എത്തിയിരിക്കുന്നത്. ഏതായാലും പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം വിഷം കഴിച്ച ശേഷം ഈ പുഴയിലേക്ക് ചാടിയതാണോ, അല്ലെങ്കിൽ പുഴയിലേക്ക് ചാടി വെള്ളം കുടിച്ചതിന് ശേഷമാണോ ഈ മരണം സംഭവിച്ചത് എന്നുള്ളതിലെല്ലാം തന്നെ ഒരു വ്യക്തത വരാനുണ്ട്. അതായത് ഈ പ്രമോദിന്റെ മൂക്കിൽ നിന്നും ചെവിയിൽ നിന്നും രക്തം ഇറങ്ങിയ ഒരു നിലയിലാണ് ബോഡി കാണുന്നത്. അതുകൊണ്ട് തന്നെ പോലീസിന് ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താനുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് പ്രധാനമായും പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമായിരിക്കും ഇതിലൊരു കൂടുതൽ വ്യക്തത വരികയുള്ളൂ. ഇതിനു ശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകളെല്ലാം തന്നെ തടമ്പാട്ട് താഴത്തെ വീട്ടിൽ വെച്ച് നടക്കുക.
ശരി, കോഴിക്കോട്ട് വയോധികരായ സഹോദരിമാർ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കൂടെ താമസിച്ചിരുന്ന കാണാതായ സഹോദരൻ പ്രമോദിന്റെ മൃതദേഹമാണ് ഇപ്പോൾ കണ്ണൂർ തലശ്ശേരിയിലെ കുയ്യാലിപ്പുഴയുടെ തീരത്ത് കരക്കടിഞ്ഞിരിക്കുന്നത് എന്നാണ് അബിന പീച്ചിറക്കൽ റിപ്പോർട്ട് ചെയ്യുന്നത്. വയോധികരായിട്ടുള്ള സഹോദരിമാരെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഇളയ സഹോദരൻ പ്രമോദിൻ്റെ മൃതദേഹം തന്നെയാണ് കുയ്യാലിപ്പുഴയുടെ തീരത്ത് കരക്കടിഞ്ഞത് എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത. ബന്ധുക്കൾ വീട്ടിലെത്തിയപ്പോൾ 2 മുറികളിലായി കട്ടിലിൽ വെള്ള പുതപ്പിച്ച നിലയിലായിരുന്നു നേരത്തെ ഈ വയോധികരായിട്ടുള്ള സഹോദരിമാരുടെ മൃതദേഹങ്ങൾ. എന്നാൽ മരണവിവരം വിളിച്ചറിയിച്ച പ്രമോദ് ആ സമയം വീട്ടിലില്ലായിരുന്നു. ഇയാളെക്കുറിച്ച് വിവരമൊന്നും ലഭിക്കാതായതോടെ ബന്ധുക്കൾ പോലീസിനെ വിളിച്ച് വിവരം അറിയിച്ചിരുന്നു. പ്രദീപും ശ്രീജയയും പുഷ്പലളിതയും കഴിഞ്ഞ 3 വർഷമായി തടമ്പാട്ട് താഴത്തെ വാടക വീട്ടിലാണ് താമസിച്ചിരുന്നത്. മരിച്ച ശ്രീജയയ്ക്കും പുഷ്പലളിതയ്ക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി അയൽവാസികൾ പറഞ്ഞിരുന്നു. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ നേരത്തെ ഫറോക്ക് റെയിൽവേ സ്റ്റേഷന് സമീപത്ത് നിന്ന് പ്രമോദിൻ്റെ ഫോണിൻ്റെ ടവർ ലൊക്കേഷൻ കണ്ടെത്തിയെങ്കിലും പിന്നീട് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലായിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ വാർത്ത പ്രകാരം കോഴിക്കോട് താഴത്ത് കൊല്ലപ്പെട്ട വയോധികരായിട്ടുള്ള സഹോദരിമാരുടെ സഹോദരനായിട്ടുള്ള പ്രമോദിൻ്റെ മൃതദേഹം കണ്ണൂർ തലശ്ശേരിയിലെ കുയ്യാലിപ്പുഴയുടെ തീരത്ത് കരക്കടിഞ്ഞിരിക്കുന്നു. അബിന പീച്ചിറക്കലാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത്. തലശ്ശേരി